സഞ്ചാർ സാത്തി ആപ്പ് മൊബൈൽ കമ്പനികൾ നിർബന്ധമായും മുൻകൂർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം പിൻവലിച്ചിരിക്കുന്നു. അതിന് കാരണമായത് ജനങ്ങൾക്കിടയിലെ ആപ്പിന് ഇതിനോടകം തന്നെ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വാദം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതൊരു പെഗാസസ് പ്രോ മാക്സ് ആണ് എന്ന വാദം ഉയർത്തി. നിലവിൽ 1.6 കോടി ജനങ്ങളാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസവും 6 ലക്ഷം ആളുകൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനോടകം തന്നെ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ പറയുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും അവർ ഉയർത്തുന്ന വാദം ഇത് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ട ഒരു കാര്യമാണെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെയാണ് കേന്ദ്ര ടെലികോം സഹമന്ത്രി ഡാറ്റാ ശേഖരണം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. പക്ഷേ അതപ്പോഴും സൈബർ തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു വാദമാണ് അദ്ദേഹം ഉയർത്തിയത്. പക്ഷേ അതും വലിയ വാദമായിരുന്നു. തീരുമാനത്തിൽ നിന്നും യൂട്ടേൺ അടിക്കാതെ കേന്ദ്ര സർക്കാരിന് മറ്റ് ഫോം വഴികൾ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ആപ്പിളും ഗൂഗിളും ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കി ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. മറ്റ് ഫോൺ കമ്പനികൾക്കിടയിലും ആശങ്കയുണ്ടായിരുന്നു അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബാധിക്കുമോ എന്നുള്ള കാര്യം, ഏത് തരത്തിലുള്ള ഫ്രെയിം വർക്കാണ് എന്നുള്ള കാര്യത്തിൽ. ഇതെല്ലാം തന്നെ ഒരു പഠനവും അതുപോലെ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ. അതിനിടയിലാണ് ഇത്തരത്തിൽ യൂട്ടേൺ അടിച്ച് ഒരു നിലപാട് മാറ്റം സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.